ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. SSLC പരീക്ഷയുടെ ഈ വർഷത്തെ ടൈം ടേബിൾ വന്നു. പരീക്ഷയുടെ മാർച്ച് 5-നാണ് എക്സാം തുടങ്ങുന്നത്. 27 വരെ അല്ലേ? 27 വരെ, മാർച്ച് 5 തുടങ്ങി 27 വരെയാണ് ഇത്തവണത്തെ SSLC പരീക്ഷ നടക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാരോട് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു സംസാരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നതാണോ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, SSLC പരീക്ഷയ്ക്ക് നിബിക്ക് കഴിഞ്ഞ പ്രാവശ്യമാണ് പരീക്ഷ എഴുതിയത്. ഫുൾ A+ ഉണ്ടായിരുന്നു അല്ലേ? യെസ്. അതൊരു വലിയ ബാലികേറാമലയാണോ? ബാലികേറാമല പോലെ എനിക്ക് തോന്നിയിട്ടില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ SSLC പരീക്ഷ ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ എഴുതിയ നമ്മൾ ഏത് ലാസ്റ്റ് എക്സാം എഴുതുമല്ലോ, മെയിൻ എക്സാം, അതുപോലെ തന്നെ ഉള്ളൂ. ഈ 10ലെ ലാസ്റ്റ് എക്സാം അത്രേ ഉള്ളൂ. അതിന് ഈ ടീച്ചർമാരും വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ SSLC ആണ്, നമ്മുടെ ഈ ഒരു പഠന കാലയളവിൽ ഒരു പീരീഡ് കഴിയുകയാണ്, ലാസ്റ്റ് എക്സാം ആണ്. അപ്പൊ ടീച്ചർമാരും പറയും SSLC ഫുൾ A+, പഠിക്കണം, നന്നായി പഠിക്കണം. വീട്ടിൽ വന്നാലും പറയും ഫുൾ A+ കിട്ടണം. നമ്മൾ ബാക്കിയുള്ള റിലേറ്റീവ്സും പറയും SSLC വർഷമല്ലേ, പരീക്ഷയൊക്കെ എഴുതണ്ടേ, ഫുൾ A+ കിട്ടണ്ടേ, ഫ്ലെക്സ് വേണം, ട്രോഫി വേണം, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അത് നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കലി കരുതും ഈ SSLC എന്ന് പറഞ്ഞാൽ വേറെന്തോ നമ്മൾ ഇതുവരെ എഴുതാത്ത രീതിയിൽ പുതിയ മാതൃകയിൽ ടഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പഠിക്കുന്ന കാര്യം അസസ് ചെയ്യുന്ന രീതിയിൽ സാധാരണ പോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള നമ്മുടെ പാഠവുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നു, നമ്മൾ ഉത്തരം എഴുതുന്നു. ഈ മോഡലും പ്രീ മോഡലും ഒക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ എഴുതിയപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ആ ഒരു ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുക്കണം, ആ രീതിയിൽ കൊടുക്കണം, അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. സാധാരണ പോലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു, കാര്യം മനസ്സിലാക്കി, ഓർത്തിരിക്കേണ്ട പേരുകൾ, പഠിക്കേണ്ട എന്തെങ്കിലും ഡെഫിനിഷൻ, ആ രീതിയിൽ കുറച്ച് കാണാതെ പഠിക്കണ്ടല്ലോ, അത് പഠിക്കുന്ന പരീക്ഷ എഴുതാൻ പോയി ഫുൾ A+ കിട്ടി. ഓക്കെ, ഫുൾ A+ കിട്ടി. ഇപ്പം പൊതുവെ പറയുമ്പോൾ ഫുൾ A+ ആണോ പ്രധാനം എന്ന് ചോദിച്ചാൽ ഫുൾ A+ മാത്രമൊന്നും അല്ല പ്രധാനം. പക്ഷേ SSLC പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഒരാൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ച് അയാൾക്ക് ആ പരീക്ഷയ്ക്ക് കിട്ടാവുന്നതിൽ മാക്സിമം മാർക്ക്, ഏറ്റവും പരമാവധി മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഒരു പരിപാടിയിൽ പങ്കെടുത്താലും, പരീക്ഷ എന്നല്ല എന്തിൽ പങ്കെടുത്താലും നമുക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താ? പഠനമാണ്. ആ പഠനത്തിൽ നമുക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം ചെയ്യുക എന്നുള്ളത് എപ്പോഴും പോസിറ്റീവാണ്. അതുകൊണ്ട് ഫുൾ A+ കൊണ്ടേ ജീവിതം മുന്നോട്ട് പോകുന്നുള്ള വാശിയൊന്നും വേണ്ട. പക്ഷേ ഫുൾ A+ കിട്ടുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യവുമല്ല, മോശം കാര്യവുമല്ല. പകരം SSLC എന്ന് പറയുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ് എന്ന് പറയുന്ന നമ്മുടെ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി പുതിയൊരു തലത്തിലേക്ക് മാറുമ്പോൾ അതിനു മുമ്പുള്ള ആ പരീക്ഷയിൽ നമുക്ക് പറ്റാവുന്നതിന്റെ ഏറ്റവും മാക്സിമത്തിൽ ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ അങ്ങനെ ചെയ്യുകയും വേണം. അങ്ങനെ തന്നെയല്ലേ അത്? നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് ആത്മാർത്ഥതയോടെ പഠിക്കുക. നമുക്ക് മുന്നിൽ ഒരു പരീക്ഷ വരുന്നുണ്ടെന്ന ആ ഒരു ഓർമ്മയില് പഠിക്കുക. എന്നിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ പരീക്ഷ എഴുതുക. ഓക്കെ, പറ്റാവുന്ന രീതിയിൽ പരീക്ഷ എഴുതുന്ന പറയുമ്പോഴും A+ന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. SSLC പരീക്ഷയുടെ ആ A+കൾ ഒരുപക്ഷെ ഭാവി ജീവിതത്തിൽ ഇനി വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ വലിയ മാർഗമാകുമോ എന്നൊക്കെ ചോദിച്ചാൽ ആകണമെന്നില്ല. എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് നല്ല സ്ഥാപനങ്ങളിൽ +1 +2 കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. ആ +1 +2 കോഴ്സിന് മികച്ച സ്ഥാപനത്തിൽ അഡ്മിഷൻ എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് SSLCയുടെ മാർക്ക് തന്നെയാണ് അല്ലെ? പലപ്പോഴും സയൻസ് സബ്ജക്റ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഫുൾ A+ കിട്ടിയാൽ പോലും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ നല്ല എൻട്രൻസ് കോച്ചിങ്ങിനും മറ്റ് സൗകര്യങ്ങളും ഒക്കെ നോക്കി അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾക്ക് ചില സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇനിയും, ഇതിപ്പോ ഫെബ്രുവരി മാസം ആദ്യമാണ്, മാർച്ച് 5-നാണ് പരീക്ഷ. അതുവരെയുള്ള അവസാനത്തെ 30-35 ദിവസങ്ങളാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ +1 +2 അഡ്മിഷൻ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അവിടെ ആ ഒരു അന്തരീക്ഷവും നല്ല അധ്യാപകരും കൂട്ടുകാരും ഒക്കെ തുടർന്നുള്ള നമ്മുടെ ഡിഗ്രി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഉപരിപഠനത്തിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആധുനിക കാലത്തെ സംബന്ധിച്ച് കലാരംഗത്തും അല്ലെങ്കിൽ കായിക രംഗത്തും ഒക്കെ ആളുകൾ വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു പല പരിപാടികൾ, നമ്മുടെ ഓൺലൈൻ മീഡിയകളുടെ, ഡിജിറ്റൽ മീഡിയകളുടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലഘട്ടമാണ്. പക്ഷെ അവിടങ്ങളിലും ഒക്കെ പോലും നമ്മൾ നോക്കിയാൽ അറിയാം, ഏറ്റവും മികച്ച രീതിയിൽ ശോഭിക്കുന്നവർ, നല്ല കഴിവുണ്ട്, നല്ല ശേഷിയുണ്ട്, അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ ഒരു ബാക്കിംഗ് കൂടെ ഉള്ളവർക്കാണ്. ഏത് വഴിയാണ് പോകേണ്ടത്, ഏത് വാതിലുകൾ മുട്ടിയാലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് SSLC പരീക്ഷയെ അതിന്റെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുക.
എന്നാൽ ലിപി പറഞ്ഞ കാര്യം കൂടി ഓർക്കണം, ഇത് ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന, നമുക്ക് പരിചയമില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്ന ഒരു പരീക്ഷയൊന്നുമല്ല. നിങ്ങൾ എങ്ങനെയാണോ ഇന്നലെ വരെയുള്ള പരീക്ഷകൾ എഴുതിയത് അതേ രീതിയിൽ തന്നെയുള്ള ചോദ്യപേപ്പറാണ് വരിക, അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക, അതേ രീതിയിലുള്ള ആൻസറുകളാണ് എഴുതേണ്ടത്. പക്ഷേ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ വളരെ നിർണായകമായി സ്വാധീനിക്കുമെന്ന് നമ്മളിപ്പോൾ തെളിയിച്ച ആ ഒരു കാര്യം കൂടെ പരിഗണിച്ചുകൊണ്ട് പരീക്ഷ നന്നായിട്ട് കാണുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ലിപി ഒരു കാര്യം പറഞ്ഞല്ലോ, വളരെ സിമ്പിളായിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയെന്ന്. ഒരു റീസൺ ഒരു പക്ഷേ നിങ്ങൾ SSLC ആ വർഷം 10ാം ക്ലാസ്സിന്റെ ആദ്യത്തെ സമയം മുതൽ നന്നായിട്ട് പഠിച്ച് അങ്ങനെ കൃത്യമായി പഠിച്ച് അങ്ങനെ ഒരു പ്ലാനിലല്ലേ പോയത്, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നത് ഈ അവസാന സമയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ മുന്നിലുള്ള കൂട്ടുകാർ ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നവർ കുറെ ആളുകൾ കൃത്യമായി അതെല്ലാം പഠിച്ച് തന്നെ വന്നവരായിരിക്കാം. ചില ആളുകൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കാതെ ഒരല്പം പിന്നോട്ടൊക്കെ നിൽക്കുന്നവരായിരിക്കാം. അവരുടേതായ രീതിയിൽ വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാത്തവർ. അവരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഈ അവസാനത്തെ ഒരു മാസം കൃത്യമായ ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ. കവർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത്രയുള്ള വിഷയങ്ങളേ ഉള്ളൂ അല്ലേ. അതിപ്പം എന്താ ഇപ്പൊ ലാസ്റ്റ് ഈ ഒരു മാസത്തിൽ പപ്പ പറഞ്ഞ പോലെ അതിപ്പം പഠനത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കാരണത്തിൽ പിന്നോട്ട് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നത് സിമ്പിളായിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. കാരണം ഒരുപാട് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ എനിക്ക് എന്റെ ഓർമ്മയില് പഠിക്കുന്നതില് 10ലെ SSLC വർഷം അങ്ങനെ ഒരുപാട് ഭാരപ്പെട്ട ചാപ്റ്റേഴ്സോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അതിലൊരു ഓരോ പാഠവുമായി ബന്ധപ്പെട്ട ഷോർട്ട് നോട്ടുകൾ നമ്മൾ തയ്യാറാക്കി ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബയോളജി ഒക്കെ ഏറ്റവും ഉപകാരപ്പെടുന്നത് ഷോർട്ട് നോട്ടുകളാണ്. എല്ലാ കൺഫ്യൂഷൻസും മാറി കിട്ടും. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നിലവില് യൂട്യൂബ് തുറന്നാൽ പല ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ പല കുട്ടികൾക്കും പറ്റുന്നത് 2 രീതിയിലാണ്. ഒന്ന്, അവർ പുസ്തകം വായിക്കുന്നത് കുറച്ചിട്ടുണ്ട്, എന്നിട്ട് യൂട്യൂബിലെ ക്ലാസ്സുകൾ കാണും. തെറ്റൊന്നുമല്ല, യൂട്യൂബ് പോലുള്ള സൗകര്യങ്ങളുള്ളപ്പോൾ അത് ഉപയോഗിക്കുക തന്നെ വേണം. ഞാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പുസ്തകം വായിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ആക്റ്റീവ് പഠന സ്റ്റൈലാണ്. നിവി പറഞ്ഞ് നോട്ട് ഉണ്ടാക്കുന്ന കാര്യം, നമ്മളൊരു ചാപ്റ്റർ വായിക്കുന്നു, അതിന്റെ കൂടെ നോട്ടുകൾ ഉണ്ടാക്കുന്നു, അങ്ങനെ പഠിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ആക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മൾ മൊത്തത്തിൽ പങ്കാളികളായിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ്. മറ്റത് വളരെ പാസീവായിട്ട് കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്ന് പോകാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തൊക്കെയോ പഠിച്ചു എന്നുള്ള ഒരു തോന്നലും ഉണ്ടാവും. എന്നാൽ പരീക്ഷകളിൽ ഒരു ചോദ്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി വരുമ്പോൾ അത്തരം മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ട് കൃത്യമായി പരീക്ഷ എഴുതാൻ പറ്റുന്നത് ആക്റ്റീവായി പഠിക്കുന്നവർക്കാണ്. സോ യൂട്യൂബ് ഒക്കെ നിങ്ങളൊരു സബ്സിഡറി, ഒരു സഹായിയായിട്ട് മാത്രം കരുതുക. ഞാനപ്പോ അത് ഉപയോഗിച്ചിരുന്നത് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കാര്യം മനസ്സിലാക്കും. അതിനുശേഷം നമുക്ക് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, അതിനെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ എത്രത്തോളം ആൻസർ ചെയ്യണം, ആ കാര്യങ്ങൾ നോക്കാനും മോഡൽ ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണ് ഞാൻ കൂടുതലായും യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ നോട്ട് തയ്യാറാക്കുക വളരെ എഫക്റ്റീവ് ആയ ഒരു മാർഗമാണ്. എല്ലാ വിഷയങ്ങളും നമുക്ക് ഇനിയും സമയം ആവശ്യത്തിലേറെയുണ്ട്. പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക. ക്ലാസ്സിലും ടെക്സ്റ്റിലുള്ള കാര്യം അതുപോലെ പകർത്തുക എന്നുള്ളതല്ല. ഓരോന്നും ഡെഫിനിഷൻ, ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നു, ഒരു പർട്ടിക്കുലർ വിഷയത്തിന്റെ ഡെഫിനിഷൻ ആണെങ്കിൽ ഡെഫിനിഷൻ എഴുതണ്ട, ഡെഫിനിഷൻ മാത്രം എഴുതുക. അതിന്റെ ഫീച്ചേഴ്സ് 4ഓ 5ഓ ഉണ്ടെങ്കിൽ ആ ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാകുന്ന ചെറിയ കുറിപ്പ്, അങ്ങനെ ആ രീതിയിൽ നോട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ട് അതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ, ക്ലാസ്സിൽ പഠിപ്പിച്ചതിന് കുറച്ചുകൂടെ വ്യക്തത വേണമെങ്കിൽ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വരുന്ന ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ 1 or 2 യൂട്യൂബുകളോ തപ്പുക. മറിച്ച് പഠനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് വെറുതെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത ശരിയല്ല. അതൊരു അഭിപ്രായമുണ്ട്. 2, ടൈം ടേബിളിന്റെ കാര്യം. ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിലുള്ള പ്രശ്നം, പൊതുവെ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അവസാനം ഒരു ടെൻഷൻ വരാറുണ്ട്. ആ ടെൻഷൻ ഒഴിവാക്കാനും കൂടിയുള്ള മെത്തേഡാണ് ടൈം ടേബിൾ. കാരണം ടൈം ടേബിൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫെബ്രുവരി 5 മുതൽ ഒരു ഫെബ്രുവരി 25 വരെ ഉള്ള ഒരു ടൈം ടേബിളാണ് ഉണ്ടാക്കുന്നത്. 20 ദിവസം. ആ 20 ദിവസം നമ്മൾ മാത്സിനെ പല സമയങ്ങളിൽ, ഒരു ദിവസത്തെ തന്നെ നമ്മൾ ആദ്യം പല മണിക്കൂറുകളായിട്ട് തിരിക്കുന്നു. വെളുപ്പിനെയുള്ള സമയം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 6 മണി മുതൽ 10 മണിക്ക് വരെ ഇടയ്ക്കുള്ള ഒരു 4 മണിക്കൂറിനിടയ്ക്ക് കുറച്ച് സമയം പഠിക്കാൻ വെക്കാം. 10നും 12നും ഇടയ്ക്കുള്ള ചെറിയ സമയം, ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം, അത് ചിലപ്പോൾ മാത്സിനോ എഴുതാനോ കേൾക്കാനോ വായിക്കാനോ ഒക്കെ ഉള്ളതായിരിക്കാം. വൈകിട്ടുള്ള സമയം, അങ്ങനെ 4-5 ആയിട്ട് തിരിക്കുക. ആ തിരിക്കുന്ന സമയങ്ങളിൽ ഒരു ദിവസം തന്നെ പല വിഷയങ്ങൾ വരുന്ന രീതിയിൽ അങ്ങനെ സ്ലോട്ടുകൾ അനുവദിക്കുക. അവിടെ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ടൈം ടേബിൾ ഒരുപോലെ ഇരിക്കരുത്. എല്ലാ വിഷയങ്ങൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കരുത്. കാരണം എനിക്കിപ്പോൾ ഫിസിക്സ് വളരെ എളുപ്പമായിരിക്കും, അല്ലെ ബയോളജി ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ടും എനിക്ക് ബയോളജിയുടെ കണ്ടന്റ് കുറയ്ക്കാം. പ്രയാസമുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കാം. അതുപോലെ ടൈം ടേബിൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് മുമ്പ് 3-4 ദിവസത്തെ അവധിയൊക്കെ ഉണ്ട്.
അത്തരം സമയങ്ങൾ വരുമ്പോൾ അവിടെ ഒരു റിവിഷനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലെ ടൈം ടേബിളിൽ മറ്റു വിഷയങ്ങൾക്ക് ചിലപ്പോൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കാം. അപ്പം സമയത്തിന്റെ ലഭ്യത, വിഷയത്തിന്റെ ഒരു കാഠിന്യം, പിന്നെ നമുക്ക് എത്രത്തോളം പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് ആ രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കുക. ടൈം ടേബിളിൽ നിർബന്ധ ബുദ്ധിയോടെ ചെയ്യേണ്ടത് ഇടയ്ക്ക് ചില ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയാസ് വേണം. കാരണം ഇപ്പം 8-ാം തീയതി രാവിലെ മാത്സിന്റെ ഒരു ചാപ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അന്ന് നമുക്ക് എന്തെങ്കിലും കാരണത്താൽ അത് പറ്റിയില്ല, അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ ഒഴിവാക്കേണ്ടി വന്നു, ജലദോഷം വരാം, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ വരാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ അല്പം സമയം പോകാം, എന്തെങ്കിലുമൊക്കെ ആകാം. അങ്ങനെ വരുമ്പോൾ അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള 1-2 പോയിന്റുകൾ കൂടി ടൈം ടേബിൾ ഉൾപ്പെടുത്തണം. അങ്ങനെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം കൂടും. ഒരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി അത് പഠിക്കണമല്ലോ, അതിനപ്പുറം പഠിക്കണമല്ലോ, അത്തരം തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാകില്ല. കാരണം എല്ലാത്തിനും ടൈം ടേബിളിൽ സമയം ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കുന്നവരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ പരീക്ഷയുടെ അവസാന സമയങ്ങളിൽ, നല്ലതാണോ അല്ലയോ? നിന്റെ അഭിപ്രായം എന്താ? നല്ലതാണോ അല്ലയോ? ഉറക്കം ഉറങ്ങാതിരുന്ന് പഠിക്കുക, ഉറങ്ങാതിരുന്ന് പഠിക്കുന്നത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ നിന്റെ അഭിപ്രായം ഇതിനകത്ത് ഒരു കാര്യം പറയട്ടെ. അഭിപ്രായം അതായത് പലപ്പോഴും ചില ആളുകൾക്ക് വെളുപ്പിന് നേരത്തെ എഴുന്നേറ്റിരുന്നിട്ട് വെളുപ്പിന് പഠിക്കുന്നതാണ് താല്പര്യം, എന്നിട്ട് നേരത്തെ കിടന്നുറങ്ങും. വേറെ ചില ആളുകളുണ്ട് അങ്ങനെയല്ല, അവർക്ക് രാത്രി കുറച്ചു നേരം ഇരിക്കും, എന്നിട്ട് എഴുന്നേൽക്കുന്ന അല്പം താമസിച്ചിട്ടായിരിക്കും. ചിലർ നടന്നുകൊണ്ട് വായിക്കുന്ന കാണാം, ചിലർ വായിച്ച് പഠിക്കുന്ന കാണാം, ചിലർ എഴുതി പഠിക്കുന്ന കാണാം. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതികൾ കാണും. അതൊക്കെ അവർ ചെയ്തോട്ടെ. പക്ഷേ പരീക്ഷയുടെ സമയമാകുമ്പോൾ അവർ പതിവായി ചെയ്യുന്ന രീതികളിൽ നിന്നും വലിയ വ്യത്യാസം വരുത്തുക. ഉദാഹരണത്തിന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് രാത്രി 10-11 മണി വരെ പഠിക്കുന്ന ഒരാളുണ്ടെന്ന് കരുതുക. പരീക്ഷയെ പ്രമാണിച്ച് 6 എഴുന്നേൽക്കുന്ന 5-നാകും, 11-12 വരെയുള്ളത് 2 മണി വരെ ആകും. മണ്ടത്തരമാണ്. അത് വേണ്ട, അത് അങ്ങനെ പഠിക്കണ്ട. കാരണം ഒരു പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ഒരു പക്ഷേ ചില ചോദ്യങ്ങൾ അല്പം വളഞ്ഞോ തിരിഞ്ഞോ വ്യത്യസ്തമായിട്ടോ ഒക്കെ വരാം. നമ്മൾ വളരെ കണ്ട് പരിചയിച്ച രീതിയിൽ തന്നെ ആവണമെന്നില്ല. എന്നാൽ അത് നമ്മൾ പഠിച്ചതായിരിക്കും, അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് അറിയായിരിക്കും. പക്ഷെ അത് ആ പരീക്ഷാ ഹാളിൽ ഒരു 2 മണിക്കൂർ ഇരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് വരണം. അത് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റണം. അതല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അയ്യോ അത് അങ്ങനെ ആയിരുന്നു, എനിക്ക് ക്വസ്റ്റ്യൻ മാറിപ്പോയല്ലോ, അയ്യോ എനിക്ക് അറിയാവുന്നതായിരുന്നു പക്ഷെ ആ രീതിയിൽ എഴുതാൻ പറ്റിയില്ലോ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ പരീക്ഷ എഴുതുന്ന ആ 2 മണിക്കൂർ നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കണം, നമുക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം, നമ്മുടെ തലച്ചോറ് നന്നായിട്ട് വർക്ക് ചെയ്യണം. അതിനപ്പോ ഉറക്കം ഒരുപാട് ഉറക്കം കളഞ്ഞുകൊണ്ടുള്ള പഠനം വേണ്ട, പാടില്ല. പതിവുള്ള രീതിയിൽ നിന്ന് വെറുതെ ആവശ്യമില്ലാത്ത വ്യത്യാസം വരുത്തരുത്. അവസാന സമയങ്ങളിൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ സമയം കളയാതിരിക്കുക. നിങ്ങൾ മാർച്ച് 5-ന് തുടങ്ങുന്ന SSLC പരീക്ഷയിൽ ഓരോ ദിവസവും പോയി ഒരു 2 മണിക്കൂർ ആ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്ന് തീരുമാനിക്കുന്നത് ആ സമയമോ തലേന്നോ മാത്രമല്ല, ഇപ്പം ഈ നിമിഷം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് അതും കൂടെ ചേർത്ത് വേണം ഭംഗിയായിട്ട് പഠിക്കാൻ. എനിക്ക് തോന്നുന്നു ഇപ്പം പലർക്കും പ്രീ മോഡലും മോഡൽ എക്സാമും ഒക്കെ നടക്കുന്ന സമയമായിരിക്കും. അപ്പൊ ആ പ്രീ മോഡലിനും മോഡൽ എക്സാമിനും ഒക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കാണുമല്ലോ, അതിലെ ആ ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും നന്നായിട്ട് നോക്കി വെക്കുക. കാരണം മെയിൻ എക്സാമിന് വരുമ്പോൾ ആ 2-ൽ നിന്നുള്ള ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ആ രീതിയിൽ പാറ്റേണും വരും, ചിലപ്പോ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരും. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തതും ഈ മോഡലിനും കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും അനലൈസ് ചെയ്ത് അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഒന്നെങ്കിൽ നമുക്ക് 6 മാർക്കിനൊക്കെ നമ്മൾ പഠിച്ച കാര്യം ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പൊ അത് 2 മാർക്കിന് എഴുതാനും പിന്നീട് 6 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ആ രീതിയിൽ നോക്കി വെക്കാനും അങ്ങനെ പഠിച്ചു വെക്കുക. അത് എനിക്ക് ചില എക്സാംസിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും മലയാളം, സോഷ്യലിനൊക്കെ എസ്സേകൾ കൂടുതലും റിപ്പീറ്റ് ചെയ്യുമായിരുന്നു ഈ പ്രീ മോഡലിലും മോഡലിലും ഒക്കെ. അതുകൊണ്ടാണ് ആ രീതിയിലെ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ അത് മാത്രമായിട്ട് പോകരുത്. ഇല്ല, അത് മാത്രമല്ല, അതൊന്ന് നോക്കി വെക്കുക, അതും ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൂടെ ശ്രദ്ധിക്കുക, ഒന്ന് നോക്കുക. പിന്നെ എനിക്ക് 2 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പരീക്ഷയാണല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് അല്ലെ, പബ്ലിക് എക്സാം ആണ്. 9-ാം ക്ലാസ്സിലെ 8-ാം ക്ലാസ്സിലെ നമ്മുടെ ഫൈനൽ എക്സാമിന് കിട്ടിയ മാർക്ക് എന്താണെന്ന് നമ്മൾ പോലും അറിയില്ല. പക്ഷേ SSLC പരീക്ഷയിൽ നമ്മുടെ ഫൈനൽ മാർക്ക് എത്രയാണെന്നുള്ളത് ഏത് സമയത്തും നമ്മുടെ ഗ്രേഡൊക്കെ ഏത് സമയത്തും നമ്മുടെ ഏത് പ്രായത്തിലും എപ്പോഴും എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പരീക്ഷ നല്ല ആരോഗ്യത്തോടെ പോയി എഴുതാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുത്തോണം. അതായത് ഒന്നാമത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ സ്ഥിരം പതിവുള്ള
ആരോഗ്യകരമായ ഭക്ഷണ രീതി തന്നെ പിന്തുടരുക, അനാവശ്യമായിട്ടുള്ള സാധനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒഴിവാക്കുക. പൊതുവേ പനിയുടെയും മറ്റ് ജലദോഷത്തിന്റെയൊക്കെ കാലഘട്ടമാണ്. നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് പോയി പരീക്ഷ എഴുതണം. സോ എപ്പോഴും ഏറ്റവും ആരോഗ്യത്തോടെ തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ആക്ടിവിറ്റികളും ഭക്ഷണ രീതികളും ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ SSLC എന്നല്ല ഏത് പരീക്ഷക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഫൈനൽ എക്സാം എഴുതി കഴിഞ്ഞു, മാർച്ച് 5 പോയി ആദ്യത്തെ പരീക്ഷ എഴുതി, അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ അടുത്ത പരീക്ഷയുണ്ട്. ഒന്നാമത്തെ ദിവസത്തെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ വന്നാലുള്ള പലരുടെയും ആദ്യത്തെ പരിപാടി കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പരീക്ഷ ഫിസിക്സിന്റെ എക്സാം കഴിഞ്ഞു, അടുത്തത് കെമിസ്ട്രി നടക്കാൻ പോവാ. ഫിസിക്സ് എക്സാം കഴിഞ്ഞ് വന്നിട്ട് അതിന്റെ ആൻസർ പരീക്ഷയ്ക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പരീക്ഷ പോയി എഴുതുക, ആരോഗ്യത്തോടുകൂടി നല്ല കാര്യം ചിന്തിച്ച് എഴുതുക. പരീക്ഷയ്ക്ക് ശേഷം വന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിന് വേണം 1 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കിയെടുക്കാൻ. ഇനി അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ 1-2 എഴുതിയെന്ന് സംശയമോ അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ലെങ്കിലോ ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ അതിന്റെ ടെൻഷനും അതിന്റെ പ്രശ്നവും ഉണ്ടായാൽ അത് തൊട്ടടുത്ത പരീക്ഷയെ ബാധിക്കുകയും ചെയ്യും. എന്തിനാണ് ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്? അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പരീക്ഷ കഴിഞ്ഞാൽ ചാടിക്കേറിപ്പോയി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീൽ ചെയ്യുന്ന പരിപാടി നിർത്തണം. അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുണ്ടോ? ഇനി എനിക്ക് ഓർമ്മയില് ഇപ്പൊ ഒന്നും വരുന്നില്ല. ഇപ്പൊ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ വേണമെങ്കിൽ നമുക്കിപ്പോ തൽക്കാലം SSLCയുടെ വിഷയങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ നിർവാഹമില്ലല്ലോ, അത് ബുദ്ധിമുട്ടായിരിക്കും. പകരം പഠനം എങ്ങനെ വേണം. കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ ഞാനും SSLCയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി അതുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതൊന്നുമില്ല. പക്ഷെ പരീക്ഷ എഴുതുന്നതിന്റെ രീതി എപ്പോഴും ഒന്ന് തന്നെയാണ്. സമ്മർദ്ദങ്ങളില്ലാതെ ആത്മവിശ്വാസത്തോടെ 10 മാർക്കിനുള്ളത് പഠിച്ചിട്ട് പരീക്ഷ എഴുതി കഴിയുമ്പോൾ 15 കിട്ടണം. ആ എഴുത്തിന്റെ രീതിയും മറ്റു കാര്യങ്ങളും കൊണ്ട് അത് എങ്ങനെ ചെയ്യണമെന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ സന്ദേഹങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് വീണ്ടും സംസാരിക്കാം, അല്ലേ? ഓക്കെ, ഇപ്പൊ വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ല, ഇനിയിപ്പോ എന്റെ ഓർമ്മയിലും എന്റെ അനുഭവത്തിൽ നിന്നൊന്നും വരുന്നില്ല ഇപ്പൊ. അപ്പം ഓക്കെ എന്നാ. അപ്പം നന്നായിട്ട് തന്നെ കൂട്ടുകാര് ഈ SSLC വർഷത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എക്സാംസ് അടുത്തെത്തിയിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ആരോഗ്യത്തോടെ നല്ല മനസ്സോടെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അതിന്റെ മറുപടികളുമായി ഉത്തരങ്ങളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തല്ലോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഞെക്കുക. ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉള്ളത് കൊണ്ട് ഹൈപ്പും ചെയ്യുക. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും പപ്പാക്കൊപ്പം നിബിൻ.